ആദരണീയനായ ഉസ്താദുമാരെ, സ്നേഹിതങ്ങളായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എംലിറ്റിൻ്റെ ഈ പ്രൗഢ ഗംഭീരമായ വേദി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കൊച്ചു കഥ പറയാം. ശ്രദ്ധിച്ചു കേൾക്കണേ. വിസ്മയിപ്പിച്ച വിരുന്നു സൽക്കാരം. ഇതാണ് എൻ്റെ കഥയുടെ പേര്. വിശപ്പ്, കൊടും വിശപ്പ്, അതിശക്തമായ വിശപ്പ് സഹിച്ച് അവർ യുദ്ധമുഖത്ത് കിടങ്ങ് കീറുകയാണ്. ഈ രംഗം കണ്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിന് ഒട്ടും സഹിച്ചില്ല. ജാബിർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തെന്നോ കൂട്ടുകാരെ? വേഗം ഒരാട്ടിൻകുട്ടിയെയും അല്പം ഗോതമ്പ് മാംസം കൽപ്പിച്ച് തൻ്റെ വീട്ടിലേക്ക് മടങ്ങി. ഭാര്യയായ സുഹൈല ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചു. സുഹൈല, ഓ സുഹൈല! പരിഭ്രമത്തോടെയുള്ള ആ വിളി കേട്ട് വേഗം ഭർത്താവിൻ്റെ മുന്നിൽ വന്ന് നിന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശക്കുന്നു, നീ വേഗം പോയി ഭക്ഷണങ്ങൾ ഉണ്ടാക്ക്. ജാബിർ റളിയല്ലാഹു അൻഹു കത്തി മൂർച്ചയാക്കി ആടിനെ അറുത്തു. അതിവേഗം തിരുനബിയെ ക്ഷണിക്കാൻ അവിടുത്തേക്ക് നീങ്ങി. പിന്നെ വീട്ടിൽ സംഭവിച്ചതൊന്നും ജാബിർ റളിയല്ലാഹു അൻഹു അറിഞ്ഞില്ല. എന്താ സംഭവിച്ചതെന്നോ കൂട്ടുകാരെ? ജാബിർ റളിയല്ലാഹു അൻഹു ആടിനെ അറുത്ത രംഗം തൻ്റെ 2ഉം 4ഉം വയസ്സുള്ള പിഞ്ചു മക്കൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. മൂത്തവൻ ഇളയവനോട് ചോദിച്ചു, അനിയാ, ഉപ്പ ആടിനെ അറുത്തതുപോലെ ഞാൻ നിന്നെ അറുത്തോട്ടെ? എന്താണ് അറവെന്നോ എന്താണ് മരണമെന്നോ ഒന്നും നിശ്ചയമല്ലായിരുന്നു. പിഞ്ചു മക്കളാണല്ലോ അവർ. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു ആടിനെ അറുത്തതുപോലെ മൂത്തവൻ ഇളയ മകൻ മലർത്തി കിടത്തി അറുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്! തൻ്റെ പിഞ്ചു കഴുത്തിൽ നിന്ന് നക്ഷത്രപ്പൂക്കൾ പോലെ രക്തം ചാലിട്ടൊഴുകി. പേശികൾ വലിഞ്ഞു മുറുകി. അടയാൻ പോകുന്ന കണ്ണുകളെ കൊണ്ട് ഈ കാക്കൈ ഒന്ന് നോക്കി. എന്തു ചെയ്യണമെന്നറിയാതെ മൂത്തവൻ തിടുക്കത്തിൽ അവിടെ വിട്ട് ഓടുന്നു. ഓടുന്നതിനിടയിൽ മറ്റൊന്നുകൂടി സംഭവിച്ചു. കത്തിയുടെ മുകളിലേക്ക് തെന്നി വീണു. ഇന്നാലില്ലാ! ജ്യേഷ്ഠനും ഈ ലോകത്തോട് വിട പറഞ്ഞു. മരണത്തിൻ്റെ ഇരുൾ നിറഞ്ഞ പാതയിലേക്ക് ഒരു വീട്ടിൽ നിന്നും 2 മക്കൾ, അതും ഒരേ സമയം. താങ്ങാൻ കഴിയുമോ ഇത്? സുഹൈല ബീവി റളിയല്ലാഹു അൻഹ, സ്നേഹനിധിയായ ഉമ്മ, എങ്ങനെ സഹിക്കും? ഇല്ല, ലോകത്തൊരു ഉമ്മക്കും ഇത് സഹിക്കാൻ കഴിയില്ല. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് എത്താറായി. കടൽ പോലെ വിശാലമായിരുന്ന സുഹൈലാവിയുടെ മനസ്സിൽ ഒരു ഭാഗത്ത് പ്രവാചകരോടുള്ള ഇഷ്ടക്കോളം വെട്ടുന്നു. തീരങ്ങളെ ചുംബിക്കുന്ന തിരമാലകളെ പോലെ സുഹൈലാവിയുടെ മനസ്സ് വാരി പുണർന്നപ്പോൾ ഒരു വിധത്തിലൊക്കെ ക്ഷമ കിട്ടി. ഇങ്ങനെ ഓരോന്നോരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹത്തോടെയുള്ള വിളി വീണ്ടും കേൾക്കുന്നത്. സുഹൈല, ഓ സുഹൈല! ആ വിളി അങ്ങ് കേട്ടതും സുഹൈലാവിയുടെ മനസ്സിൽ ഒരു കുളിര് വീശി. പ്രവാചകരോടുള്ള പ്രേമത്തിൻ്റെ കുളിര്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ കഴിക്കാനിരിക്കുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ എടുത്തു വെക്കുകയും ചെയ്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ചു തുടങ്ങിയപ്പോൾ മുത്തുനബിയുടെ ചോദ്യം, അല്ല, എവിടെ ജാബിർ, നിന്റെ മക്കൾ? ജാബിർ റളിയല്ലാഹു അൻഹു സുഹൈലാവിയോട് അന്വേഷിച്ചു. മക്കളെവിടെ? വിഷയം മാറ്റാൻ പല തരത്തിലും സുഹൈലാബി ശ്രമിച്ചു. എന്നാൽ വീണ്ടും വീണ്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളെ ചോദിക്കുകയാണ്. ഒടുവിൽ ആ സത്യം ഗതിഗതിയോടെ സുഹൈലാബി ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് അവതരിപ്പിച്ചു. കണ്ണീരിൽ കുതിർന്ന് ജാബിർ റളിയല്ലാഹു അൻഹു വിഷയങ്ങൾ മുത്തുനബിയോട് അവതരിപ്പിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ തന്നെ അവരെ വിളിക്കാം. യബ്നാ ജാബിർ, ഓ ജാബിറിന്റെ 2 മക്കളെ! അത്ഭുതം!
അത്യത്ഭുതം. ചോരയിൽ പുതച്ചു മൂടിയ ആ രണ്ട് മക്കൾ അതാ ഒരു അനുസരണയുള്ള മക്കളെ പോലെ എണീറ്റ് വരുന്നു. അവരുടെ കണ്ണുകൾക്ക് അത് വിശ്വസിക്കാനേ ആയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചാൽ വരുമല്ലോ. അങ്ങനെ ആ വിസ്മയിപ്പിച്ച വിരുന്ന് സൽക്കാരത്തിന് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട് സാക്ഷിയായി. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥയിൽ നിന്നും എന്തു മനസ്സിലായി? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിരുകളില്ലാത്ത സ്നേഹം നമുക്ക് എല്ലാവർക്കും വായിച്ചെടുക്കാമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല സുഹൈല ബിയുടെ ഈമാൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ. എന്നാണ് എൻ്റെ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നത്.